രൂപയ്ക്ക് താഴെ ഒരു ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ലാപ്ടോപ്പ് ആയിരിക്കും അസ്യൂസിന്റെ വിവോബുക്ക് 50 എന്ന് പറയുന്നത്. ഈ ലാപ്ടോപ്പ് ഞാനിപ്പോൾ 4 മാസമായിട്ട് യൂസ് ചെയ്യുന്നു. ആ യൂസിൽ എനിക്ക് ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ ചില കാര്യങ്ങൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു യൂസർ റിവ്യൂ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ വെൽക്കം ബാക്ക്. ഈ ലാപ്ടോപ്പിൽ വരുന്നത് ഇന്റലിന്റെ i3 12th ജെൻ പ്രോസസ്സറും അതുപോലെ തന്നെ 8 GB റാമും 512 GB SSD ആണ് വരുന്നത്. അതിൽ റാം 8 GB നിന്ന് ഞാൻ 60 GB ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കുറച്ച് പേരെങ്കിലുമൊക്കെ മൂഡ് പോയിട്ടുണ്ടാവും. കാരണം ഇത് 12th ജെൻ അല്ലേ, പഴയ വേർഷൻ അല്ലേ എന്ന്. പക്ഷേ 13th ജെന്നും 12th ജെന്നും ആയിട്ട് ആകെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 15% ഒരു പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. വേറൊരു വലിയ ഇംപ്രൂവ്മെന്റ് ഒന്നും വന്നിട്ടില്ല. സ്പെക്ക് ഉൾപ്പെടെ സെയിം ആണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഇനി ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ലാപ്ടോപ്പ് എടുത്തിരിക്കുന്നത് എനിക്ക് കോഡിങ്ങിനും അതുപോലെ തന്നെ കുറച്ച് സിനിമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഇത് കൂടാതെ തന്നെ ഞാൻ ക്യാപ്കട്ടിൽ വീഡിയോ എഡിറ്റിംഗും ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. റീൽസ് ഒക്കെ എഡിറ്റ് ചെയ്തു. അതിലൊന്നും എനിക്ക് വലിയ തോതിൽ ഇഷ്യൂസ് വന്നിട്ടില്ല. അതുപോലെ തന്നെ ലോ ആൻഡ് ഗെയിംസുകളായ അസാസിൻ ക്രീഡ് റോ ഒക്കെ കളിച്ച് നോക്കിയിട്ടും എനിക്ക് വലിയൊരു ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ വലിയ ഹൈ കോർ ഗെയിംസുകൾ കളിക്കാൻ പറ്റുന്ന വെച്ചാൽ ചിലപ്പോൾ റൺ ആവുമായിരിക്കും. പക്ഷെ അത് ഒരിക്കലും ഈ ലാപ്ടോപ്പിന് നല്ലതല്ല. പിന്നെ ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ആ കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു ലാപ്ടോപ്പ് അല്ല. ഇതൊരു ഓഫീസ് വർക്കിനും അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസിനൊക്കെ കോഡിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കും ഉള്ള ലാപ്ടോപ്പാണ്. അതിനാണെങ്കിൽ മാത്രം ഇത് ചൂസ് ചെയ്തതാണ്. ഇനി ഇതിന്റെ സ്പീക്കറും ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വരുന്നിട്ട് ഫുൾ HD IPS LCD ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ബോട്ടം ഫയറിംഗ് ആയ 2 സ്പീക്കേഴ്സും വരുന്നുണ്ട്. സ്പീക്കർ എങ്ങനെയുണ്ടെന്ന് തന്നെ ആദ്യം തന്നെ പറയാം. ഇത് വലിയ ബാസോ അങ്ങനെ സാധനം കൂടുതലല്ല. സാധാരണ ചില ഹെഡ്സെറ്റുകളൊക്കെ വരുന്നൊരു പ്രശ്നമാണ് ബാസ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ ട്രബിൾ കൂടുതലായിരിക്കും. അങ്ങനെയൊന്നുമില്ല. എല്ലാം ഒരു ബാലൻസ്ഡ് ആണ്. നമ്മളൊരു നോർമൽ യൂസിലൊക്കെ സിനിമ കാണാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തതെങ്കിൽ ആ സൗണ്ട് തന്നെ വളരെ ധാരാളമാണ്. ഇനി ഡിസ്പ്ലേന്റെ കേസ് വരുവാണെങ്കിൽ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇഷ്യൂസും വരാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങളൊരു സൈഡിൽ നിന്നൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും. ഇത് ഞാൻ ബാക്കിയുള്ള ലാപ്ടോപ്പുകളുടെ റിവ്യൂ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ പ്രൈസ് റേഞ്ചിലുള്ള മിക്ക ലാപ്ടോപ്പുകളും ഇങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ മാത്രമായിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇതിന്റെ ക്യാമറ ഇനി മൈക്കിന്റെ ഒക്കെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മൈക്കിന്റെ കേസ് പറയാം. മൈക്കിൽ ഇവര് തന്നെ ഒരു 360 ഡിഗ്രി എൻഹാൻസ്മെന്റ് ഒക്കെ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഇതിലുള്ള സൗണ്ട് തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ക്യാമറയുടെ കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു 720p ഉള്ള ഒരു ക്യാമറയാണ് തരുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനൊക്കെ ഒരു സൂം മീറ്റ് ഒക്കെ കൂടാൻ കൊള്ളാം. അല്ലാതെ വലിയ ഉപകാരമൊന്നുമില്ല. ഇതേപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷനിലാണ് നിങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇതേപോലെ ട്യൂബൊക്കെ ഇട്ടിട്ടാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നത് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. അതിനിൽ പറയേണ്ട കേസാണ്. ഇതിലൊരു ഫ്ലാഷ് ലൈറ്റ് പോലത്തെ സാധനം വന്നിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് ഇതെന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഓഫ് ആക്കാൻ സാധിക്കില്ല. ഇതിന്റെ ബ്രൈറ്റ്നസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഇത് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് നമ്മൾ വലിയ കുറേ നേരമൊക്കെ വരുന്ന ക്ലാസ്സസിൽ നമ്മൾ ക്യാമറയിലേക്കൊക്കെ നോക്കിയാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ ലൈറ്റ് അവിടെ വന്നിട്ട് ഭയങ്കര ഇറിറ്റേഷനാണ്. ഈ ഫ്ലാഷ് ലൈറ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ക്ലാസ് കൂടുന്നെങ്കിൽ അതിന്റെ വീഡിയോ ഇങ്ങനെ ഇരിക്കും. ഇനി ബാക്കിയുള്ള കാര്യങ്ങളായ ടച്ച് പാഡ്, കീബോർഡ്, അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി, പോർട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഇതിന് വരുന്ന ബിൽഡ് എന്ന് പറയുന്നത് ഒരു മിലിറ്ററി ഡ്യൂറബിലിറ്റി ഉള്ള ബിൽഡാണ്. ആൻഡ് പോർട്സിലെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഒരു ഒറ്റ പോർട്സ് മാത്രമാണ്. അതെന്ന് പറയുന്നത് ഒരു USB 2.0 ടൈപ്പ് എ പോർട്ടാണ്. പിന്നെ ആ സൈഡിൽ തന്നെയാണ് ഈ ചാർജിങ്ങിന്റെയും അല്ലാതെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉള്ളത്. ഇനി ബാക്കിയുള്ള എല്ലാ പോർട്ടുകളും വരുന്നത് റൈറ്റ് സൈഡിലാണ്. ചാർജിങ്ങിന്റെയും HDMI കേബിളും ഓഡിയോ ജാക്ക് ഒക്കെ വരുന്നത്. പിന്നെ വരുന്നത് 2 USB 3.2 Gen 1ന്റെ ടൈപ്പ് എ പോർട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ USB 3.2 Gen 1ന്റെ ഒരു ടൈപ്പ് സി പോർട്ടും വന്നിട്ടുണ്ട്. ഈ ടൈപ്പ് സി പോർട്ടിനെ കുറിച്ച് വേറൊരു കാര്യം പറയാനുണ്ട്. അത് ഞാൻ ബാറ്ററിന്റെ കേസിൽ എത്തുമ്പോൾ പറഞ്ഞുതരാം. ഇനി ഇതിന്റെ ബേക്കിലേക്ക് നോക്കുമ്പോൾ ബേക്കിലാണ് ഇത് സ്പീക്കറും അതുപോലെ തന്നെ ഇത് ലാപ്ടോപ്പ് ഒന്ന് റേസ് ചെയ്തൊക്കെ ഒരു ഹമ്പുണ്ട്. പിന്നെ വെന്റും ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ വെന്റും എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മടിയിലൊക്കെ വെച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നല്ല ഹാർഡ് കോർ വർക്കിംഗ് ഒക്കെ ആണെങ്കിൽ നല്ലതുപോലെ ചൂടടിക്കുന്നത് നമ്മുടെ മുട്ടിലേക്ക് തന്നെ ഇരിക്കും. അത് ഭയങ്കര പണിയാണ്. അതുപോലെ തന്നെ അത് കിടക്കയിൽ വെച്ചൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ശരിക്കും കിടക്കയിൽ ഉപയോഗിക്കുന്നത് തന്നെ ലാപ്ടോപ്പിന് കേടാണ്. പിന്നെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇതിന്റെ കീബോർഡിന്റെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു സുഖമായ എക്സ്പീരിയൻസ് തന്നെയാണ് തന്നത്. അതുപോലെ തന്നെ ഇതിൽ ബാക്ക് ലൈറ്റിന്റെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ രാത്രിയിലൊക്കെ വീട്ടുകാരൊക്കെ അറിയാതെ രാത്രി സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമായിരിക്കും. പിന്നെ ഒരു കാര്യം ഈ സാധനം ഞാൻ വലിയ തോതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്താൽ കാരണം ഈ ഡിസ്പ്ലേയിൽ നിന്ന് വരുന്ന ലൈറ്റ് നമ്മളെ കണ്ണിലേക്ക് വല്ലാതെ അടിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആണ്. സോ വലിയ തോതിൽ ഉപയോഗിക്കേണ്ട. എന്നാലും എമർജൻസി കണ്ടീഷനൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് സെർച്ച് ചെയ്യാം. ഓക്കെ. ഇനി ഇതിന്റെ ടച്ച് പാഡ് നോക്കുകയാണെങ്കിൽ വലിയൊരു ടച്ച് പാഡൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ മറ്റേ ലാപ്ടോപ്പിൽ ഇതിലേക്ക് വന്നപ്പോൾ കുറച്ചൊന്നും ഇഷ്ടപ്പെട്ടുവെങ്കിൽ പോലും മെല്ലെ മെല്ലെ എല്ലാം പഠിച്ചെടുത്തു. ഇനി ടച്ച് പാഡിന്റെ കേസ് പറഞ്ഞപ്പോഴാണ് ഈ ടച്ച് പാഡിൽ ഫിംഗർ പ്രിന്റ് വരുന്ന വേരിയന്റുകളും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് വേണമെങ്കിൽ അതൊന്ന് നോക്കിയെടുക്കുക. അല്ലെങ്കിൽ എന്നെ പോലെ അറിയാതെ അല്ലാത്ത വേരിയന്റ് എടുത്തിട്ട് വയ്ക്കും. അപ്പോൾ അതൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിന്റെ മെയിൻ കാര്യങ്ങൾ വന്ന ബാറ്ററിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 42 വാൾട്ടിന്റെ ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 45 വാൾട്ടിന്റെ ചാർജറാണ് വന്നിരിക്കുന്നത്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത വേറൊരു കേസാണ് ഇതിന്റെ ചാർജർ എന്ന് പറയുന്നത്. ആ സാധനം എനിക്ക് കാണുമ്പോൾ ഇത് എപ്പോൾ പൊട്ടി വരും എന്നുള്ളതാണ് എനിക്ക് മനസ്സിൽ വരുന്ന ചിന്ത എന്ന് പറയുന്നത്. പിന്നെ ചാർജിങ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1/2 മണിക്കൂർ 1 മണിക്കൂറിനൊക്കെ ഫുൾ ചാർജ് ആവുന്നുണ്ട്. അക്കാര്യത്തിലൊന്നും ഒരു കുറ്റമില്ല. പിന്നെ ഇതിൽ ടൈപ്പ് സി ചാർജിങ് ഉണ്ടെന്നാണ് ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ പറയുന്നത്. പക്ഷേ എനിക്കത് ടെസ്റ്റ് ചെയ്യാനാണ് എൻ്റെ അടുത്ത് PD ചാർജർ ഇല്ല. പിന്നെ അസ്യൂസിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പം ഇന്ന ചിഹ്നം ഉണ്ടെങ്കിൽ അതിൽ ടൈപ്പ് സി ചാർജിങ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്.
പറയുന്നത്. പക്ഷേ എൻ്റെ ലാപ്ടോപ്പ് നോക്കിയപ്പോൾ അങ്ങനത്തെ ചിഹ്നമില്ല. അപ്പോൾ ഇതിൽ ഏതാണ് സത്യാവസ്ഥ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഒരു പിടി കിട്ടിയില്ല. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അടിച്ചാൽ ചെയ്യുന്നേക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 തൊട്ട് 6 മണിക്കൂർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനത്തെ വർക്കാണ് അതിൽ ചെയ്യുന്നതനുസരിച്ചായിരിക്കും. ഭയങ്കര മൾട്ടി ടാസ്കിങ് ഹെവി ടാസ്ക് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ വലിയ തോതിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടില്ല. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണാനും സിനിമ കാണാനൊക്കെ ആണെങ്കിൽ നല്ല തോതിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടും. അതുപോലെ തന്നെ ഞാൻ യൂട്യൂബേഴ്സ് ചെയ്യുന്ന പോലെ 0 to 100 ഒന്നും ചെക്ക് ചെയ്ത് നോക്കില്ല. കാരണം ഇത് എൻ്റെ പേഴ്സണൽ യൂസിന് കൂടിയുള്ള ലാപ്ടോപ്പ് ആയതുകൊണ്ട് ഞാനൊരു 20, 80 ആ റേഞ്ചിലാണ് യൂസ് ചെയ്ത് പോരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് പറയേണ്ട 2 ആപ്ലിക്കേഷനെ കുറിച്ചുണ്ട്. ഒന്നെന്ന് പറയുന്നത് മൈ അസ്യൂസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇതിൽ നമുക്ക് ലാപ്ടോപ്പിനെ കുറിച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ മൈക്കിൻ്റെ 360 ഡിഗ്രി എൻഹാൻസ്മെൻറ്റിൽ അത്, ബാറ്ററിൻ്റെ ചാർജിങ് സെറ്റപ്പ്, ഫാന് തുടങ്ങി കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാറ്ററീൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇതിൽ ഒരു ബാറ്ററി കെയർ മോഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മുടെ ടെക് യൂട്യൂബേഴ്സ് ഒക്കെ പറയുന്ന കേസാണല്ലോ, 100% ചാർജ് ആവുന്നതിനെക്കാട്ടും നല്ലത് 100% ചാർജ് ആക്കുന്നത് ഒരു 80, 20 കീപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇതിൽ കെയർ മോഡ് ഓൺ ആക്കി ഇടുവാണെങ്കിൽ 80% വരെ ചാർജ് ആയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററീൻ്റെ ലൈഫ് കുറച്ചാൽ സൂക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് ഓൺ ആക്കി ഇടുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഒരു ആപ്ലിക്കേഷനാണ് ഗ്ലൈഡെക്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് കണക്ടിവിറ്റി റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും ഒരിടത്ത് വെച്ച ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ നിങ്ങൾക്ക് നിയർ ബൈ പോലെ തന്നെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നുള്ളത് ഈ ക്രോസ് പ്ലാറ്റ്ഫോം ആയിട്ട് ഈ ഫോണിൻ്റെ സ്ക്രീനായിട്ട് നമുക്ക് ലാപ്ടോപ്പിനെ യൂസ് ചെയ്യാം, തിരിച്ചും മറിച്ചും അങ്ങനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫോണത്തെ ഫയൽ ലാപ്ടോപ്പിൽ ആക്സസ് ചെയ്യാം, ലാപ്ടോപ്പിലെ ഫയൽ ഫോണിൽ ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ ഫോണിൻ്റെ ക്യാമറ ലാപ്ടോപ്പിൻ്റെ ക്യാമറ ആയിട്ട് യൂസ് ചെയ്യും. ഇങ്ങനെ കുറേ ഫീച്ചേഴ്സൊക്കെ ഈ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പേര് വിചാരിക്കും ഇതെന്തിനാണ് ഇവിടെ പറയുന്നത്, ഇതൊക്കെ ഓൾറെഡി എക്സിസ്റ്റിംഗ് അല്ലേ. പക്ഷേ ഞാൻ പഴയ ലാപ്ടോപ്പ് യൂസ് ചെയ്തപ്പോൾ ഞാൻ അതിൽ ഓരോ കാര്യത്തിനും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇവർ തന്നെ തന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇനി മെയിനായിട്ട് വരുന്ന 2 ക്വസ്റ്റ്യനുകളാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഈ ലാപ്ടോപ്പൊക്കെ ആർക്കൊക്കെ എടുക്കാമെന്നുള്ളത്. നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്, കോഡിങ്ങിനൊക്കെ ചെയ്യണം, പക്ഷേ നിങ്ങളുടെ ബഡ്ജറ്റ് ഭയങ്കര ടൈറ്റ് ആണ്, നിങ്ങൾക്ക് ഗെയിമിങ്ങിനോടൊന്നും താല്പര്യമില്ല, കോഡിങ്ങൊക്കെ മാത്രം മതി, ചേർച്ച സിനിമ കാണണം എന്നുള്ള റിക്വയർമെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം. അതുപോലെ തന്നെ ഓഫീസ് യൂസിൽ വലിയ ഗ്രാഫിക്സ് സെറ്റപ്പ് ഒന്നല്ല, സാധാരണ എക്സലും അതുപോലെ തന്നെ കോഡിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓഫീസ് വർക്കിനും ഈ ലാപ്ടോപ്പ് തന്നെ ചൂസ് ചെയ്യാം, ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഓക്കെ, ഇനി അവസാനത്തെ ചോദ്യമാണ് ഈ 2025 ഈ ലാപ്ടോപ്പ് എടുക്കണമെന്ന്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഭയങ്കര ടൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ i3 12th Gen തന്നെ എടുത്താൽ മതി. കാരണം i3 13th ആയിട്ടുള്ള ഏക ഡിഫറൻസ് എന്ന് പറയുന്നത് ചെറിയ ഡിഫറൻസുകളാകും. മെയിനായിട്ടുള്ള ഞാൻ കണ്ടൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 15% ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ടൈറ്റ് ആണെങ്കിൽ ഇത് തന്നെ എടുക്കുക. ഇനി അതെല്ലാം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 30ലേക്ക് തന്നെ പോകുക, കാരണം അത് കുറച്ചും കൂടി ഫ്യൂച്ചർ പ്രൂഫാണ്. നിങ്ങൾക്ക് ലാപ്ടോപ്പിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, അങ്ങനെയാണെങ്കിൽ ലാപ്ടോപ്പ് ബൈ ചെയ്യുന്നൊരു കംപ്ലീറ്റ് ഗൈഡ് ഇട്ടിട്ടുണ്ട്, അത് ഇവിടെ കൊടുത്തേക്കാം, അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഐഡിയ കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.